ട്രംപിൻ്റെ മറ്റൊരു ഉത്തരവ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണത്? അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ അവിടെ വലിയ വിവാദമായിരിക്കുന്നത്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, അതായത് പെൻറ്റഗണിൻ്റെ പുതിയ ഗ്രൂമിംഗ് നയം, അതിൽ സിഖുകാർ, മുസ്ലിങ്ങൾ, ജൂതന്മാർ തുടങ്ങിയ മതന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള ആശങ്കയാണ് ഉയർത്തിവിടുന്നത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം സൈന്യത്തിൻ്റെ താടി നിരോധനം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് US സൈനികർക്ക് ഇനി മുതൽ താടി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. മതപരമായിട്ടുള്ള കാരണങ്ങളാൽ താടി വളർത്തുന്ന സൈനികരുടെ സേവനത്തിൽ ഒരു പ്രതിസന്ധി തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. താടി അനുവദനീയമല്ലാത്ത 2010 മുമ്പുള്ള മാനദണ്ഡങ്ങളിലേക്ക് മടങ്ങാൻ നയം നിർബന്ധമാക്കുന്നു. സെപ്റ്റംബർ 30 മറൈൻ കോപ്സ് ബേസ് ക്വാണ്ടിക്കോയിൽ 800-ലധികം മുതിർന്ന സൈനികർ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവേ താടി പോലുള്ള ഉപരിപ്ലവമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രകടനങ്ങൾ അവസാനിപ്പിക്കുന്നതായി ഹെഗ്സെറ്റ് പ്രഖ്യാപിച്ചു. നമുക്ക് നോർഡിക് കാലടികളുടെ ഒരു സൈന്യമില്ല എന്നും അദ്ദേഹം വിവാദപരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മതപരമായിട്ടുള്ള ഇളവുകൾ ഉൾപ്പെടെ മിക്ക താടി ഇളവുകളും 60 ദിവസങ്ങൾക്കുള്ളിൽ നിർത്തലാക്കാൻ പെൻറ്റഗൺ എല്ലാ സൈനിക ശാഖകൾക്കും നിർദ്ദേശം നൽകി. പ്രാദേശിക ജനങ്ങളുമായി ഇഴകിച്ചേരുന്നതിനായി പ്രത്യേക സൈനികർക്ക് അനുവദിച്ചിരുന്ന താൽക്കാലിക ഇളവുകൾ മാത്രമാണ് ഇതിനൊരു അപവാദമായി നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. മുമ്പ് 2017 ഡയറക്റ്റീവ് വഴി സിഖ് സൈനികർക്ക് സ്ഥിരമായി താടി, തലപ്പാവ് ഇളവ് സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ മുസ്ലിം, ഓർത്തഡോക്സ്, ജൂത, നോർത്ത് പേഗൻ സൈനികർക്കും മതപരമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരുന്നു. 2025 ജൂലൈയിൽ സൈന്യം അതിൻ്റെ നയം പരിഷ്കരിച്ചു. പക്ഷേ മതപരമായിട്ടുള്ള ഇളവ് നിലനിർത്തി. എന്നിരുന്നാലും പുതിയ നയം ഈ പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങളെ മാറ്റിമറിച്ചു. 1981 ഗോൾഡ്മാൻ വേഴ്സസ് വീൻബെർഗൻ സുപ്രീം കോടതി വിധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർശനമായിട്ടുള്ള പരിചരണ നിയമങ്ങളിലേക്ക് മടങ്ങി എന്നും നമുക്ക് അറിയാനായി സാധിക്കുന്നു. എന്തായാലും സിഖ് സമൂഹത്തിൽ ഇത് വളരെ വലിയ രോഷകരമായിട്ടുള്ളൊരു പ്രകടനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സിഖുകാർക്ക് താടി വടിക്കാനുള്ള ഒരു ഇതില്ല. കാരണം താടിയും തലപ്പാവും എന്ന് പറയുന്നത് അവരുടെ മതം എന്നുള്ളതല്ല, അവരുടെ ജീവിതചര്യയുടെ തന്നെ ഭാഗമായിട്ട് അവർ കൊണ്ട് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ പോലും പല തരത്തിലുള്ള ഇളവുകളും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും ജൂതന്മാർക്കും പുറമെ ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സിഖുകാരെയാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.